സോ ഹായ്, കുറെ ആൾക്കാർക്ക് ഈ ലെൻസിന്റെ ഇമേജ് ഫോർമേഷൻ വലിയ പ്രശ്നമായിട്ട് പറയാറുണ്ട്. പക്ഷെ അത് വളരെ സിമ്പിൾ ആണ്. രണ്ടേ രണ്ട് വര വരയ്ക്കാനുള്ളൂ. പിന്നെ നമ്മളിന്ന് ഇമേജ് ഫോർമേഷൻ എല്ലാം പഠിക്കാൻ പോവാണ്. കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കി പഠിക്കാം. നാളത്തെ എക്സാമിന് ഉറപ്പായിട്ട് ചോദിക്കും. പിന്നെ നമുക്ക് നാളെ ആർക്കേൻ എക്സിൽ എന്തുണ്ട്? ലൈവ് ഉണ്ട്. സോ മസ്റ്റ് ആയിട്ട് എന്തിലേക്ക് വരണം? ലൈവിലേക്ക് വരണം. നമുക്ക് നല്ല ഭംഗിയായിട്ട് പഠിക്കണം. വരയ്ക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഒരുപാട് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടോ? ഞാനുണ്ടാവും. നമ്മുടെ പ്രിയപ്പെട്ട ഹരീഷ് സാറും ഉണ്ടാവും. അപ്പൊ ആർക്കൻ എക്സിൽ വൈകുന്നേരം 7 മണിക്ക് കാണാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഈ ഒരു കൺസെപ്റ്റിലേക്ക് കടക്കാം. സ്കെയിലും പെൻസിലും ഒക്കെ വേഗം എടുത്ത് വരിക. നമ്മൾ തുടങ്ങാൻ പോവാണ്. ആദ്യത്തെ ഇമേജ് ഫോർമേഷൻ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് കോൺവെക്സ് ലെൻസിനെയാണ്. എല്ലാവരും പറയുന്ന കാര്യമാണ്. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ലെൻസിന്റെ സെന്ററിൽ നിന്ന് നിങ്ങൾ അളവെടുക്കണം. അളവെടുത്ത് കറക്റ്റ് ആയിട്ട് രണ്ട് സൈഡിലേക്കും ഒരേ അളവെടുക്കണം. ഇത് 4 എടുക്കുന്നെങ്കിൽ ഇതും 4 എടുക്കുക. അവിടുന്ന് അങ്ങോട്ടേക്ക് 4 തന്നെയോ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇല്ലെങ്കിൽ തെറ്റിപ്പോവും. സോ 4 ആണെങ്കിൽ 4, 3 ആണെങ്കിൽ 3, 2 ആണെങ്കിൽ 2, എത്ര എടുത്താലും കറക്റ്റ് ആയിട്ട് കൺസെപ്റ്റ് ക്ലിയർ ആക്കി വേണം നിങ്ങൾ ചെയ്യാൻ. നോക്കൂ, നമ്മൾ ആദ്യം ഒബ്ജക്റ്റ് വെച്ചത് വസ്തുച്ചയുടെ ബിയോണ്ട് 2 ഓഫിന്റെ അപ്പുറത്ത് ആദ്യ വര സമാന്തരമായിട്ട് വരയ്ക്കണം. കണ്ടതാ? ഫസ്റ്റിൽ എങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഫോക്കസ് കൂടെ പോയതുണ്ടോ? കറക്റ്റ് ആയിട്ട് പോയി. രണ്ടാമത് ഇതിൽ വരയ്ക്കണം. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ലെൻസിന്റെ സെന്ററിൽ കൂടെ വരയ്ക്കാം. അങ്ങനെ വരയ്ക്കുന്ന നമുക്ക് എഫിനും ടൂഫിനും ഇടയിൽ കൂട്ടിമുട്ടുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെയാണ് പ്രതിബിംബം കിട്ടുക. തലകീഴായതാണ്. അതുകൊണ്ട് മിഥ്യയാണ്. നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, ചെറുതാണ് അല്ലേ? സോ നമുക്ക് പറയാൻ പറ്റും റിയൽ ഇൻവേർട്ടഡ് എഫിന്റെ ടൂഫിന്റെ ഇടയ്ക്ക് ഉണ്ടാവുന്നു. പിന്നെ എന്താണ്? ചെറു പ്രതിബിംബമാണ്. ഓക്കെ, രണ്ടാമത് വരയ്ക്കാൻ പോകുന്നു 2 എഫിലും. അത് എല്ലാവർക്കും അറിയാം. 2 എഫിൽ വെച്ച് നമുക്ക് തന്നെ കിട്ടും, 2 എഫ് തന്നെ കിട്ടും. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ വര വരയ്ക്കുന്നു, അത് ഇതിൽ പോകുന്നു. കറക്റ്റ് ആയിട്ട് ഫോക്കസോടെ തന്നെ വരയ്ക്കണം, തെറ്റിപ്പോരുത്. പല കുട്ടികളും മാറ്റി മാറ്റി വരയ്ക്കും. രണ്ടാമത്തെ വര നമ്മൾ ഇതിൽ വരയ്ക്കണം. കറക്റ്റ് ആയിട്ട് ലെൻസിന്റെ സെന്ററിൽ കൂടെ തന്നെ വരയ്ക്കാം. അങ്ങനെ വരച്ചു പോകുന്ന സമയത്ത് രണ്ട് ലൈറ്റ് റേയും കറക്റ്റ് ആയിട്ട് അവിടെ കൂട്ടിമുട്ടും. 2 എഫ് കൂട്ടിമുട്ടും. 2 എഫ് കൂട്ടിമുട്ടി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എന്ത് വരയ്ക്കാം? നേരെ ഇമേജ് വരയ്ക്കാം. ആ ഇമേജ് നിങ്ങൾക്ക് എന്താ കിട്ടുക? റിയൽ ആണ്. കാരണം തലകീഴായതാണ്. സോ റിയൽ ആൻഡ് ഇൻവേർട്ടഡ്, യഥാർത്ഥവും തലകീഴായതും സെയിം സൈസ് ആണ് അല്ലെ? കൂടെ എന്താണ്? അത് മിഥ്യയാണ്, യഥാർത്ഥമാണ്. സെയിം സൈസ് ആണ്. എവിടെ ഉണ്ടായത്? 2 എഫിൽ ഉണ്ടായിട്ടുണ്ട്. ഈ രണ്ട് കാര്യം കൃത്യമായി എഴുതി വെച്ചാൽ മതിയാവുള്ളൂ. അടുത്ത നമ്മൾ എവിടെ വെക്കാം? എഫിന്റെയും 2 എഫിന്റെയും ഇടയ്ക്ക് വെക്കണം. സോ നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നു. ആദ്യത്തെ വര എങ്ങനെ വരയ്ക്കും? സമാന്തരമായിട്ട് വരയ്ക്കുന്നു. അതെങ്ങനെ പോകും? ഫോക്കസിലൂടെ പോകും. രണ്ടാമത്തെ വര എങ്ങനെ വരയ്ക്കണം? രണ്ടാമത്തെ വര ലെൻസിന്റെ സെന്ററിൽ കൂടെ വേണം വരയ്ക്കാൻ. സോ കറക്റ്റ് ആയിട്ട് വരയ്ക്കാം. സെന്ററിൽ കൂടെ വരയ്ക്കാം. അത് നേരെ പോയിട്ട് എവിടെ കൂട്ടിമുട്ടിയിട്ടുണ്ട്? 2 എഫിന്റെ അപ്പുറത്ത് കൂട്ടിമുട്ടുന്നു. അവിടെ നമുക്ക് എന്ത് കിട്ടുന്നു? ഇമേജ് കിട്ടുന്നു, പ്രതിബിംബം കിട്ടുന്നു. ആ പ്രതിബിംബം നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, വലുതാണ്. ശരിയല്ലേ? വലിയ പ്രതിബിംബമാണ്. സോ എൻലാർജ് ഇമേജ് ആണ് 2 എഫിന്റെ അപ്പുറത്ത് ഉണ്ടായിട്ടുള്ളത് അല്ലേ? കൂടാതെ എന്താണത്? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. യഥാർത്ഥമാണ്, തലകീഴായതാണ്. സോ ഈ കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് എഴുതാൻ മറന്നു പോകണ്ട. ഇനി അടുത്ത് നമ്മൾ 2 എഫിൽ വെച്ചു, 2 എഫിന്റെ എഫിന്റെ ഇടയ്ക്ക് വെച്ചു. ഇനി എഫിൽ വെക്കാൻ പോവാം. എഫിലുള്ളപ്പോഴാണ് നിങ്ങൾക്ക് ഒരു വെറൈറ്റി ആയിട്ട് കിട്ടുക. ഇവിടെ നമ്മൾ വിചാരിക്കുക പ്രതിബിംബം കിട്ടൂല എന്നാണ്. പ്രതിബിംബം കിട്ടും, പക്ഷേ നിങ്ങൾക്കത് കൃത്യമായിട്ട് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് രണ്ട് ലൈറ്റേഴ്സ് സമാന്തരമായിട്ട് വരയ്ക്കുക. ഓക്കെ, അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടും. രണ്ടുപേരും സമാന്തരമായിട്ട് പോകുന്നുണ്ട്. ഇതിന്റെ അർത്ഥം പ്രതിബിംബം ഇല്ല എന്നല്ല, എവിടെയാണ് പ്രതിബിംബം നിങ്ങൾക്ക് അറിയില്ലെന്ന് അതിന്റെ അർത്ഥം. അതുകൊണ്ട് നമ്മൾ എന്താ എഴുതുക? ഇമേജ് ഫോർമുലേറ്റ് ഇൻഫിനിറ്റി. പ്രതിബിംബം ഉണ്ടാകുന്നത് എവിടെയാണ്? അനന്തതയിൽ എഴുതി വെക്കുക. കൂടാതെ എവിടെ ഉണ്ടായത് നമുക്ക് അറിയാത്തതിനെ കൊണ്ട് അനന്തത എടുക്കുക. അത് റിയൽ ആയിരിക്കും, ഇൻവെർട്ടഡ് ആയിരിക്കും, യഥാർത്ഥമായിരിക്കും, തലകീഴായിരിക്കും, വളരെ വലുതായിരിക്കും. നല്ല വലുപ്പുണ്ടാവും. നമുക്ക് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റൂല. ഇനിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഇമേജ് ഫോർമേഷൻ. അത് എവിടെയാണ്? എഫിന്റെയും ലെൻസിന്റെയും ഇടയിൽ വെക്കുന്നത്. എഫിന്റെ ലെൻസിന്റെ ഇടയിൽ വെക്കാം. അതാണ് നമുക്ക് പല ആൾക്കാർക്കും അറിയാത്ത ഒരു ഇമേജ് ഫോർമേഷൻ. ഇതെല്ലാവരും തെറ്റിക്കാറുണ്ട്. ലൈറ്റർ ഇങ്ങനെ പോയിട്ട് കറക്റ്റ് ഫോക്കസ് കൂടെ പോകണം. രണ്ടാമത്തെ ലൈറ്ററെ കറക്റ്റ് ഇടയിൽ വരയ്ക്കണം, ലെൻസ് കൂടെ വരയ്ക്കണം. സോ ഈ രണ്ട് ലൈറ്ററേയും പരസ്പരം ഡൈവേർജൻ ആയിട്ടാണ് പോകുന്നത്, അകന്നാ പോകുന്നത്. സോ അകന്നു പോകുന്നതിനെ കൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവ രണ്ടുപേരും ദാ ഒരു ബിന്ദുവിൽ വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. നോക്കൂ, ഇതൊരു ബൾബ് ആണ് എന്ന് വിചാരിക്കും. ഒരു ബൾബാണിത്. ഓക്കെ, ഈ ബൾബിൽ നിന്ന് ലൈറ്റ് റേസ് എങ്ങനെയാ പോവാ? ഇവര് പരസ്പരം അകന്നല്ലേ പോവാ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? സോ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, അകന്നു പോകുന്ന രണ്ട് ലൈറ്റേഴ്സ് ഉറപ്പായിട്ടും ഒരു ബിന്ദുന്ന് വരുന്ന കൺസെപ്റ്റ് ആണ്. അത് തന്നെ എവിടെ?
ലൈറ്റ് റേസ് ഡൈവേർജ് ചെയ്യുമ്പോൾ അവരൊരു ബിന്ദു എന്ന് വരികയാണ്. എവിടെയാണോ ബിന്ദു ഉള്ളത് അവിടെയാണ് എന്ത് കിട്ടുക? നമ്മുടെ ഇമേജിന്റെ തല. കേട്ടോ? അതുകൊണ്ട് ഇവിടെ മാത്രം എന്ത് ഇമേജ് കിട്ടുക? നിവർന്ന പ്രതിബിംബം കിട്ടും. നിവർന്നത് തലകീഴായതാണോ? അല്ല, ഇറക്റ്റ് ഇമേജ് ആണ്. ഇറക്റ്റ് അല്ലെങ്കിൽ നിവർന്നത്. അതുകൊണ്ട് ഇത് മിഥ്യയാണ്. ഓക്കെ, വലിപ്പം എന്താണ്? വലുതാണ്. ഇപ്പൊ നിങ്ങൾ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും, ചിലപ്പോൾ നിങ്ങൾക്ക് F1 മോള് കിട്ടും, ചിലപ്പോൾ ഇവിടെ കിട്ടും, ചിലപ്പോൾ 2F കിട്ടും, 2F കിട്ടും, ചിലപ്പോൾ ഇവിടെ കിട്ടും, എവിടെ വേണമെങ്കിലും കിട്ടാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഫോംഡ് ബിഹൈൻഡ് ദ ഒബ്ജക്ട് എഴുതേണ്ടത്, അല്ലാതെ എവിടെ കിട്ടിയെന്ന് എഴുതേണ്ട കാര്യമില്ല. ഫോംഡ് ബിഹൈൻഡ് ദ ഒബ്ജക്ട്. ഇനി നിങ്ങൾക്ക് എവിടെ കിട്ടി അവിടെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം, ഞാൻ വരച്ചപ്പോൾ ഇവിടെ തന്നെ കിട്ടുന്ന നിർബന്ധമല്ല, എവിടെ വേണമെങ്കിലും കിട്ടാന്നാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. എന്താണ്? വലിയ പ്രതിബിംബമാണ്. സോ ഇത് പഠിച്ചാൽ നമുക്ക് പഠിക്കേണ്ടതാണ് കോൺവെക്സിന്റെ. ഇത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഇല്ല, എന്നാലും മനസ്സിലാക്കി വെക്കാം. അനന്തതയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോക്കസിലാണ് രൂപീകരിക്കാം, എല്ലാവർക്കും അറിയാം. ഇനി കോൺകേവിന് ഇമേജ് ഫോർമേഷൻ ആവുന്ന സമയത്ത് പ്രധാനമായിട്ടും നമുക്ക് കുറേ എണ്ണം ഉണ്ട്. ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം, ഇവിടെ വേണേ വെക്കാം. പക്ഷെ നമുക്ക് എങ്ങനെ വെച്ചാലും ഒരു ടൈപ്പിൽ ഇമേജ് ഉണ്ടാവുള്ളൂ. അത് ഒന്ന് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വെക്കാം. 2Fന്റെ Fന്റെ ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ആദ്യ ലൈറ്റർ ഇങ്ങനെ പോയിട്ട് എന്താവുക ചെയ്യുക? ഡൈവേർജ് ആവുക ചെയ്യുക. ഡൈവേർജ് ആവുമ്പോൾ നമുക്ക് എല്ലാവർക്കും കുറേ ഫോക്കസ് കൂടെ പോവാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ശരിയല്ലേ? സോ ആ രീതിയിൽ വേണം വരച്ച് പഠിക്കാൻ. സോ കറക്റ്റ് ആയിട്ട് ലൈറ്ററെ കൊടുക്കുക. അതെന്ത് ചെയ്യുന്നുണ്ട്? അകന്നു പോകുന്നുണ്ട്. അങ്ങനെ അകന്നു പോകുന്ന ലൈറ്ററെ എങ്ങനെ പോകുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഫോക്കസ് കൂടെ. എന്നിട്ടോ രണ്ടാമത്തെ ലൈറ്ററയിൽ വരയ്ക്കാം, സെന്ററിൽ കൂടെ വരയ്ക്കാം. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന എവിടെയാണോ അവിടെയാണ് നമുക്ക് എന്ത് കിട്ടുക? ഇമേജ് കിട്ടുക. സോ ഇത് എന്ത് ഇമേജ് ആണ്? വിർച്വൽ ഇമേജ് ആണ്, അല്ലെ? മിഥ്യയാണ്, നിവർന്നതാണ്, അല്ലെ? നിവർന്നതാണ്. അതുകൊണ്ട് വിർച്വൽ ആൻഡ് ഇറക്റ്റ്. മിഥ്യയും നിവർന്നതും എവിടെ ഉണ്ടായിട്ടുള്ളത്? Fന്റെയും Oന്റെയും ഇടയ്ക്ക്. O എന്ന് പറഞ്ഞാൽ എന്താണ്? ലെൻസ്, അല്ലെ? ഒറിജിൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ്. പിന്നെ ഡിമിനിഷ്ഡ് ഇമേജ് ആണ്, ചെറിയ പ്രതിബിംബമാണ്. സോ ഇത്രയാണ് ഇമേജ് ഫോർമേഷൻ. സോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇമേജ് ഫോർമേഷൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും കാണാം. RK-NXL ലൈവ് ഉണ്ട് വൈകുന്നേരം 7 മണിക്ക്. എല്ലാവരും വരണം. ഈ വീഡിയോ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ബൈ.